പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സർവശക്തിയുള്ള ത്രിയേകനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. താൻ മാർത്തനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ സർവ്വലോകനായ ദൈവം മനുഷ്യവേഷമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ ജഡം ധരിച്ചിറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മെ പിതാവാം ദൈവത്തോട് അടുപ്പിക്കുന്ന ആ മഹാസ്നേഹത്തിനായി സ്തുതിക്കുന്നു. അന്യമായിരുന്ന ദൈവ സാന്നിധ്യത്തിലേക്കും ദൈവിക സാമീപ്യത്തിലേക്കും നമ്മളെ അടുപ്പിക്കുന്ന പുത്രനാകുന്ന യേശു, അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന പരിശുദ്ധാത്മാവാം ദൈവം ആ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും എല്ലാം നമ്മളുടെ അന്തരംഗത്തിൽ മനസ്സിലാക്കി നമ്മളെ പ്രബോധിപ്പിക്കുകയും നമുക്കത് അനുഭവവേദ്യമാക്കി തീർക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാം ദൈവം നമുക്ക് ഒരു ദിവസം കൂടെ ദൈവം തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തന ധ്യാനം നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ മേക്ക് മെലഡീസ്, ദൈവികമായ സംഗീതം നമ്മുടെ ഉള്ളത്തിലും ഉയരുവാൻ ദൈവത്തിന് സ്തുതി സ്തോത്രയാഗങ്ങൾ നമുക്ക് അർപ്പിക്കുവാനും ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗാനമെന്ന് പറയുന്നത് എഫേസ് ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായെന്നോട് പറയുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ കർത്താവിന് പാടിയുമെന്നാണ് പറയുന്നത്. പുറമേ നമുക്ക് പാട്ടുണ്ട്, ആരാധനയൊക്കെ ഉണ്ട്, എന്നാൽ ഹൃദയത്തിലാണ് ഇത് ആരംഭിക്കേണ്ടത്. അത് ഹൃദയത്തിൽ ആരംഭിക്കണം. അപ്പോൾ ഹൃദയത്തിൽ പൗലോസ് പറയുന്നത് എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അപ്പോൾ ആരാധന എവിടെയാണ്? നമ്മുടെ ആത്മാവിലാണ് ആരാധന. അതിൻ്റെ പ്രത്യക്ഷ ഭാവങ്ങളാണ് നമ്മൾ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു, ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു, 10 കമ്പിയുള്ള വാദ്രതം കൊണ്ടവന് സ്തുതി പാടുവിൻ, അങ്ങനെ ഗാനാലപം, അതെല്ലാം പ്രത്യക്ഷമായ ഇതാണ്. അതും ദൈവത്തിന് പ്രസാദമാണ്. പക്ഷേ ദൈവം നോക്കുന്ന അതിൻ്റെ ആരംഭം ഫ്രം ദ ഹാർട്ട്, അത് ഹൃദ്യമായിരിക്കണം, ഹൃദയത്തിൽ നിന്ന് ഒരു തിരിയായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അവിടെ കർത്താവ് യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എന്നോടുള്ളവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മനുഷ്യ കൽപ്പനകൾ അത്രയെന്നാണ് പറയുന്നത്. അവർ അതിരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും ഹൃദയം എങ്കിലും ദൂരത്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയവും അതിരവും രണ്ടും രണ്ട് ദിശയിലാകുമ്പോൾ ആരാധന ശരിയാകത്തില്ല. പക്ഷെ ഹൃദയമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ഹൃദയമുള്ളിടത്ത് നമ്മുടെ നമ്മുടെ ചിന്തകളെല്ലാം ഇരിക്കും. നമ്മുടെ ഹൃദയം എന്തിനോട് അറ്റാച്ച്ഡ് ആണെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തിൽ ദൈവ സാന്നിധ്യം, യേശു ക്രിസ്തു കർത്താവായി വാഴുവാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ നമ്മുടെ ജീവിതങ്ങൾ ധന്യമാകും, അസാധ്യങ്ങളെ സാധ്യമാക്കും. ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം മനുഷ്യർക്ക് അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് സാധ്യമാണ്. കാരണം ക്രിസ്തു നമ്മളിൽ വസിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തു വസിക്കുന്നു, യേശു ജീവിക്കുന്നു. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയേ എന്നിൽ ജീവിക്കുന്നത്. യേശു നമ്മളിൽ ജീവിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കുന്നു. ഇനി ഞാനല്ല, നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ്, അതാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ട് എന്താണ്? എല്ലാം. തിന്മയെയും ജയിക്കുക, എല്ലാറ്റിനും ജയിക്കാൻ ദൈവം കൃപ തരും. യേശു ജയിച്ചവനാണ്, ജയാളിയാണ്. അങ്ങനെ ജയിച്ച ഒരു നീതിമാൻ്റെ ജീവിതമാണ് നമ്മൾ 92-ാം സങ്കീർത്തനം നമ്മൾ ചിന്തിച്ചതല്ലേ. നീതിമാൻ എങ്ങനെയിരിക്കും? അവൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. ഏകദേശം 30 വർഷം തൊട്ട് 30-ാമത്തേത് തൊട്ട് 100-120 വർഷം വരെ ഇന്നും മനോഹരമായി കായ്ക്കുമെന്നാണ് പറയുന്നത്, ഈ പന എന്ന് പറയുന്നത്. ഈ പലപ്പോഴും വിശ്വാസിയെക്കുറിച്ച് അവൻ താമര പോലെ വളരുമെന്ന് യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. പല സാദൃശ്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് നീതിമാൻ പന പോലെ തഴയ്ക്കും. താമരയും പനയും എന്ത് ഡിഫറൻസ് ആണ്? താമര വളരെ ലോലമായ ഒരു ചെറിയൊരു, എന്നാൽ അതിൻ്റെ സൗന്ദര്യമാണ് അതിൻ്റെ ആസ്വാദ്യം എന്ന് പറയുന്നത്. എന്നാൽ പനയെന്ന് പറയുന്നു അത് വളരെ മരുഭൂമിയിൽ മണലിലാണ്, പക്ഷേ അതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങി ജലാംശം സ്വീകരിച്ചുകൊണ്ട് മുകളിലേക്ക് ചെല്ലുക, ഫലം കായ്ക്കുകയാണ്. അതിങ്ങനെ ഉയർന്നു പോകുക, നേരെ പോവുകയാണ്. സ്ട്രെയിറ്റ്, വക്രതയില്ല, കർവില്ല, ദുഷ്ടതയില്ല, അതൊന്നുമില്ലാത്ത സ്ട്രെയിറ്റാണ്. നീതിമാൻ എന്ന് പറയുമ്പോൾ തന്നെ അത് റൈച്ചിയസ് മാൻ, നേരുള്ളവൻ എന്ന് പറയും. അത് നേരെ വളർന്നു പോവുകയാണ്. മുകളിൽ അതിൻ്റെ ഈ പനയോലകളെല്ലാം മുകളിലേക്ക് തന്നെ അത് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത്. അപ്പം എല്ലാം നമ്മളുടെ ഉയരത്തിലേക്ക് ദൈവോന്മുഖമായിട്ടാണ് നമ്മുടെ ജീവിതമായി തീരേണ്ടത്. എന്തിനും ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം, അതാണ് ദൈവികമായ ജീവിതം എന്ന് പറയുന്നത്.
91 സങ്കീർത്തനം അവസാനം ദീർഘായുസ്സുകൊണ്ട് ഞാൻ തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞിട്ട് പിന്നെ 92 അധ്യായത്തിലേക്ക് സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുകയാണ് അവിടെ നീതിമാൻ ആ ദീർഘായുസ് എങ്ങനെയായിരിക്കും? അത് അവൻ്റെ വാർദ്ധക്യം പച്ചവെച്ചും പുഷ്ടി വെച്ചും ഇരിക്കുമെന്ന് പറയുന്നത് അല്ലേ? വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കുമെന്ന് 14 വാക്യത്തിൽ പറയുകയാണ്. അങ്ങനെ മനോഹരമായൊരു ജീവിതം, അത് ദൈവത്തിന് പ്രസാദമുള്ളതായ ജീവിതമായിട്ട് മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 93 സങ്കീർത്തനം നമ്മൾ കാണുക, യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. അതിനെ നമ്മൾ പറഞ്ഞേ, ദൈവം നമ്മളിൽ വാഴുന്നു. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നവൻ, അവൻ്റെ സമാധാനം നമ്മളിൽ വാഴേണ്ടതിന്. ഇതൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹൃദയമാണ് ദൈവത്തിൻ്റെ സിംഹാസനം. ഇത് സിംഹാസന ആരോഹണ അതായത് സ്വർഗാരോഹണ സമയത്തൊക്കെ വായിക്കുന്ന സങ്കീർത്തനമാണ്. കർത്താവ് യേശു ക്രിസ്തു സ്വർഗാരോഹണ സമയത്തൊക്കെ അതിനെ കോർക്കുമ്പോൾ വായിക്കുന്ന സങ്കീർത്തനങ്ങളാണെന്ന് പറയുന്നത്. അവിടെ യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയായുള്ളവൻ തന്നെ. അപ്പോൾ ഈ അത്യുന്നതനായ ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നത്. ദൈവത്തിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞതാണ്. ദൈവം എത്ര ഉന്നതനാണ്, അതാണ് അവൻ്റെ മഹത്വം. അവൻ സർവശക്തനാണ്, ഈ അണ്ടകടാകങ്ങളെ മെനഞ്ഞവനാണ്, അവൻ അത്യുന്നതനാണ്, സ്വർഗങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തവനാണ് അവൻ. അത്ര അത്യുദാത്തമാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. എന്നിട്ട് ആ കുട്ടി പറയാറുള്ളൂ, അതോടൊപ്പം തന്നെ അവൻ എൻ്റെ കുഞ്ഞു ഹൃദയത്തിൽ വാഴുവാൻ താണിറങ്ങി വന്ന ദൈവമാണ്. അതാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അത്യുന്നതൻ സർവശക്തൻ എന്നിൽ വാഴുവാൻ അവൻ ചെറുതായി വരുന്നു, അവന് തൻ്റെ ആത്മാവിനാൽ എന്നിൽ വസിക്കുന്നു. അതാണ് ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവം നമ്മളിൽ വാഴാൻ, റെയിൻ ഓഫ് ഗോഡ് എന്ന് പറയും. ദൈവം നമ്മളിൽ വാഴട്ടെ. നമ്മുടെ ചിന്തയും നമ്മുടെ ബോധങ്ങളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വികാരങ്ങളെല്ലാം ദൈവം വാഴട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നടക്കട്ടെ. അവനാണ് ദൈവഭക്തരെന്ന് പറയുന്നത്. അവനാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പുത്രൻ പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുമെന്ന് പറയുന്നു. ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. അപ്പോൾ നമ്മൾ ഈ ദൈവിക സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് മാറണമെന്നാണ്. അതിനെന്ത് ചെയ്യണം? ദൈവം നമ്മളിൽ വാഴണം. പത്രോസ് ലേഖനത്തിൽ പറയും, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. അവിടെ നിന്ന് ലോഡായിരിക്കണം, കർത്താവായിരിക്കണം, യജമാനനായിരിക്കണം, ഉടയവനായിരിക്കണം. എത്ര മനോഹരമാണ്! ആ ഉടയവൻ്റെ കീഴിൽ, ആ യജമാൻ്റെ കീഴിൽ, ആ സർവശക്തൻ്റെ കീഴിൽ എല്ലാം കഴിയുന്നവൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ധൈര്യം, ബോധ്യം. എൻ്റെ ദൈവത്തിന് സകലതും കഴിയുമെന്നാണ്. അതാണ് അടുത്ത വായിക്കുന്നത്, യഹോവയെ പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകൾ ഉയർത്തുന്നു. സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. നിന്റെ സാക്ഷ്യങ്ങൾ അത്രയും നിശ്ചയമുള്ളവ തന്നെ. യഹോവയെ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. ഇവിടെ പറയുക, അങ്ങനെ ആ സർവശക്തനായ ദൈവമായി ഇരിക്കുമ്പോൾ പ്രവാഹങ്ങൾ ഉയർത്തുകയാണ്. പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുക, തിരമാലകൾ ഉയർത്തും. സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിലെ ഹോമഹിമകൾ. അപ്പോൾ ഈ മുഴക്കങ്ങളും ഉയർത്തങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളൊക്കെയാണ് അല്ലേ? 46 സങ്കീർത്തനം നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. വിത്തൗട്ട് ഫിയർ. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തിനെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അത് സഹായിക്കും. സൈന്യങ്ങളെ യഹോവ നമ്മോട് കൊണ്ടുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകും. അവിടുന്ന് അവനുള്ളതാണ് നമ്മുടെ. അപ്പോൾ ഈ പർവ്വതങ്ങൾ കുലുങ്ങി എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ദൈവിക സമാധാനം നമ്മൾ നിറഞ്ഞവരായിരിക്കും എന്നവിടെ പറയുന്നത്. 2 സന്ദർഭങ്ങളുണ്ട് സുവിശേഷങ്ങൾ മറ്റു ഭാഗങ്ങളും പറയുന്നുണ്ട്. മത്തായി സുവിശേഷത്തിൽ 14 അധ്യായത്തിൽ യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. 14 അധ്യായം 22 മുതൽ വാക്യങ്ങളില്ല. അങ്ങനെ ശിഷ്യന്മാർ പടകിൽ കയറിപ്പോയി. യേശു മലയിലേക്ക് തനിയെ പോയി പ്രാർത്ഥിക്കാനായിട്ട് കയറിപ്പോയി എന്നാണ് പറയുന്നത്. ഇവർ ആ കടലിൻ്റെ നടുക്കെത്തിയപ്പോൾ കാറ്റ് പ്രതികൂലമായി അവർക്ക്. അപ്പോൾ ഇത് തിരകളാൽ വലയാൻ തുടങ്ങി. ഇവർ ഭയവികലരായി. അപ്പോഴാണ് യേശു കടലിമേ നടന്നു വരുന്നത്.
അവിടെ കർത്താവ് പറയുക, യേശു അവരോട് ധൈര്യപ്പെടുകയും ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, അപ്പോൾ പത്രോസ് കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്ക് വരാൻ കൽപ്പിക്കണമെന്ന്. പത്രോസ് എപ്പോഴും ഒരു പടി മുമ്പിലായിട്ട് ചോദിക്കുക, നീ ആണെങ്കിൽ ഞാൻ കടലിന്മേൽ നടന്നു വരട്ടെ, വരിക എന്ന് പറഞ്ഞ് അവൻ നടന്നു. അവൻ നടന്നപ്പോൾ ആദ്യം ചോദിക്കാൻ അവൻ കർത്താവിൻ്റെ മുഖത്ത് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അവൻ ചുറ്റുപാടിലേക്ക് നോക്കിയെന്ന് പറയും ചിന്തകാരൊക്കെ പറയും, അല്ലെങ്കിൽ ഈ വെള്ളങ്ങളിലേക്ക് നോക്കി. അപ്പോഴത്തേക്കും അവന് ഭയം തുടങ്ങി. ഉടനെ കർത്താവ് കൈ നീട്ടി അവനെ പിടിച്ചു. അപ്പോൾ പറയുക, അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു, അല്ലേ? അപ്പം സംശയിക്കാതെ നമ്മൾ സമ്പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം എല്ലാറ്റിനും മതിയായവനാണ്. ഇതാണ് ഒരു സംഭവം. അപ്പോൾ പെരുങ്കാറ്റടിക്കുമ്പോൾ അവിടെ ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരിത്. മറ്റൊരു സന്ദർഭം മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ അവിടെ 35 മുതൽ വാക്യങ്ങളോട് പറയുന്നതാണ്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാമെന്ന് അവരോട് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ടു പടകിൽ കയറി. പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളി കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയാണ്. അപ്പോൾ അവിടെ യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയാണ്. അപ്പോൾ പടകിങ്ങനെ ആട്ടി വലിയാൻ തുടങ്ങി, കാറ്റടിച്ചെല്ലാം. അപ്പോൾ അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവരെഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്ന് വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. ഉടനെ അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ അവിടെ ദൈവത്തിൽ ആശ്രയിക്കണമായിരുന്നു. അപ്പോൾ ഇവർ പറയും, നാഥ, ഞങ്ങൾ നശിച്ചു പോകും, നിനക്ക് വിചാരമില്ലോ? യേശു പടകിലുണ്ടല്ലോ. അപ്പോൾ ഇവർ ഞങ്ങൾ മാറ്റി നിർത്തുക, ഞങ്ങൾ നശിച്ചു പോകും, നീയും ഞങ്ങളൊന്ന് മാറ്റി നിർത്തുക. യേശു കൂടെ ഉള്ളപ്പോൾ നമുക്ക് നേരിടുന്നതെല്ലാം യേശുവിനെ നേരിടുന്നതല്ലേ? അങ്ങനെ ചിന്തിക്കണ്ടേ? പക്ഷെ ഇവർ ചിന്തിക്കുക, ഇവർ സെപ്പറേറ്റ് ആകുക. അതേ ഒരേ പടകിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പടകിന് അനർത്ഥം സംഭവിച്ചാൽ പടകിലുള്ളവർക്കെല്ലാം അനർത്ഥം സംഭവിക്കുകയില്ലേ? അവരാ ചിന്തയിലേക്ക് പോയില്ല. അവർ സ്വാർത്ഥരായി മാറിയെന്നായിരിക്കാം. സ്വാർത്ഥ ചിന്തയിൽ അവർ തങ്ങളെ തന്നെ കണ്ടു, യേശുവിൻ്റെ സാന്നിധ്യത്തെ അവർ തിരിച്ചറിഞ്ഞില്ല. അപ്പോഴാ അല്പവിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്തെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കർത്താവ് വിശ്വസിക്കുന്നതായിട്ട് കാണുകയാണ്. അവൻ കാറ്റിനെയും കടലിനെയും തിരമാലയൊക്കെ ശാന്തമാക്കിയാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ എന്ത് പ്രശ്നങ്ങൾ വന്നോട്ടെ, നമുക്കെപ്പോഴും കർത്താവ് കൂടെയുണ്ട്. എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഞാൻ ഏകനല്ലല്ലോ, എനിക്ക് നേരിടുന്നതൊക്കെ എൻ്റെ കർത്താവാണ്. അവിടെ നേരിടും. യുദ്ധം യഹോവയ്ക്കുള്ള അത്രയും തിരുവഴുത്തിൽ പറയല്ലേ. അതുകൊണ്ട് ദൈവം എല്ലാം നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി സകലവും, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചുപേക്ഷിക്കും, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെയെന്ന് സങ്കീർത്തനത്തിൽ പറയും. ഇനി അവസാനത്തെ വാക്യത്തിലേക്ക് പറയും, നിൻ്റെ സാക്ഷ്യങ്ങളെത്ര നിശ്ചയമുള്ള യഹോവയെ വിശുദ്ധി നിൻ്റെ ആലയത്തിന് എന്നേക്ക് ഉചിതം. ആ ആലയം അത് നമ്മളാണ്. ആ ആലയത്തിന് എന്താണ്? വിശുദ്ധി. നമ്മൾ വിശുദ്ധിയോടെ ദൈവത്തിന് നമ്മളെ തന്നെ അർപ്പണം ചെയ്യണം. ദേഹവും ദേഹിയും ആത്മാവും സമ്പൂർണ്ണമായി നമ്മളെ തന്നെ വിശുദ്ധമായി കാക്കുവാൻ തക്കവണ്ണം വിശുദ്ധി നിൻ്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെയെന്ന് പറയുന്നത്. നമ്മളിന്ന് പുറമേയുള്ള ആലയങ്ങളൊക്കെ കാണുന്നുണ്ട്, എന്നാൽ ദൈവം കൈപ്പണിയായതിൽ വസിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ജീവനുള്ള മന്ദിരങ്ങളിൽ ചേർന്ന് വരുമ്പോൾ ദൈവത്തോട് ഇറങ്ങി വരുന്നു. 2-3 പേര് എന്നാമത്തെ കൂടിയതോട് ഞാനുണ്ട് എന്ന് കർത്താവ് പറയാണ്. അതാണ് ആരാധന എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്, ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ ആലയവും നിങ്ങൾ വസിക്കുന്നു എന്നറിയാമല്ലോ. നമ്മൾ വിശുദ്ധിയോടെ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. വിശുദ്ധിയോടെ ആരാധിപ്പാൻ ദൈവത്തിന് നമ്മൾ തന്നെ വിട്ടുകൊടുക്കാം. ദൈവം നമ്മളിൽ വാഴട്ടെ. ഇന്നത്തെ സങ്കീർത്തനം അതാണ് നമ്മളോട് പറയുന്നത്. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. മഹിമ ധരിച്ച സർവശക്തനായ ദൈവം കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു സകല അധികാരസ്ഥനായി നമ്മുടെ കർത്താവായ നാഥനായ നമ്മളിൽ വാഴട്ടെ, വണരുളട്ടെ. അപ്പം നമ്മുടെ ജീവിതം ധന്യമാകും, അത്ഭുതമാകും. ഓരോ ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തെ അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കും. അവിടുത്തെ സാക്ഷ്യം അതാണ്. നിൻ്റെ സാക്ഷ്യങ്ങൾ എത്ര ദൈവത്തിൻ്റെ സാക്ഷ്യമായി നമ്മുടെ ജീവിതങ്ങൾ. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ നീതിമാന്മാരായിട്ടില്ല, പാപികളായിരിക്കുമ്പോൾ തന്നെ അവിടെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. അഭക്തർക്ക് വേണ്ടി മരിക്കുന്ന ദുർലഭം. എന്നാൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചല്ല, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ ഞങ്ങളുടെ പാപങ്ങൾ ചുമന്നൊഴിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടെ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. വിശുദ്ധിയോടെ ഞങ്ങളെ ശുദ്ധീകരിക്കണം. വിശുദ്ധി നിൻ്റെ ആലയത്തിന് എന്നേക്ക് ഉചിതം എന്നിട്ട് പറയുന്ന പോലെ ഞങ്ങൾ നിനക്ക് ഉചിതമായ വിശുദ്ധരായി ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ തന്നെ അർപ്പണം. ഞങ്ങളെ വിശുദ്ധീകരിക്കും. ഞങ്ങളിൽ വാഴണമേ കർത്താവേ, ബലം ധരിച്ചു വാഴണമേ. നിൻ്റെ മഹിമ ഞങ്ങളിൽ കൂടെ വെളിപ്പെടണമേ. ഞങ്ങളതിൻ്റെ ജീവനുള്ള സാക്ഷികളാക്കി മാറ്റണമേ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
എല്ലാ നന്മകളാൽ നിങ്ങൾ നിറയ്ക്കണം. എത്രത്തോളം കൊണ്ട് നല്ല കൃപയ്ക്കായ എല്ലാത്തിനും തിരുനാമപ്പെടുത്തണം എന്ന് വന്നേക്കും തന്നെ. ആമേൻ. ദൈവസ്നേഹം മാറും